ഹായ് ഡേസ് സോഷ്യൽ സയൻസിൽ A+ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ കണ്ടാൽ മതി. വേറെ ഒന്നും കൊണ്ടല്ല, പല ആൾക്കാർക്കും മോഡൽ എക്സാം എത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന സബ്ജക്റ്റ്, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്റ്റ്, കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സബ്ജക്റ്റ് അത് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മസ്റ്റാണ്. അവസാനം നല്ലൊരു കമൻറ്റ് പാസ്സാക്കണേ. ആഫ്റ്റർ ഓൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സോഷ്യലിൽ 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. 21-ൽ 15 നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കണം. അതായത് ഓർ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ഈ 15 എണ്ണത്തിൽ മിനിമം നമുക്കൊരു 70 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് A+ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫൈനൽ എക്സാമിന്. അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നിങ്ങളെന്നറിയാം. അത് ചെയ്യാനുള്ള 2 മാർഗ്ഗങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് കുത്തിയിരുന്ന് പഠിക്കുക, ഇത് മുഴുവനായിട്ട് ഇരുന്ന് പഠിച്ച് മുഴുവൻ തറവാക്കിയിട്ടേ മതി. അടുത്തത് കുറച്ചുകൂടെ ഒരു ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അവസാനം മാത്രം നമ്മൾ എടുക്കേണ്ട ഷോർട്ട് കട്ട്. അതിന് നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്. ആ ടൂളാണ് PYQ എന്ന് പറയും. വെറും PYQ അല്ല. PYQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക, മുൻകാല ചോദ്യപേപ്പറുകൾ. ഈ മുൻകാല ചോദ്യപേപ്പറുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 3 വർഷത്തെ മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് മോഡൽ ആൻഡ് SSLC മെയിൻ എക്സാം, ഇത് രണ്ടിൻ്റെയും ചോദ്യപേപ്പർ എടുക്കാം. ആ ചോദ്യപേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിനിമം 60+ മാർക്ക് കിട്ടും. മിനിമം 60, ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. മിനിമം 60+ മാർക്ക് കിട്ടും. നിങ്ങൾ ഒപ്റ്റ് ചെയ്ത 15 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നമുക്ക് 2021 എടുക്കാം, 2022 എടുക്കാം, 2023 എടുക്കാം, 24 നിങ്ങൾ വിട്ടുതരും. ഈ 21-ലെ മോഡലും ഫൈനലും, മോഡൽ ആൻഡ് ഫൈനൽ. ഓക്കെ, ഇതേപോലെ 22-ലെയും 23-ലെയും ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 60+ മാർക്ക്, ഏറ്റവും മിനിമം ഞാൻ പറയുന്നത്. ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 75 ആണ്. ചിലപ്പോൾ അത് ഫുൾ മാർക്കുമായെന്ന് വരും. ഓക്കെ, ഇത് മാത്രം മതി. സാർ, ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, കുറേ കാര്യങ്ങൾ നോക്കാനല്ലേ? അതിനാണ് നമ്മുടെ ഏകണ്ഠ ലൈവ് ക്ലാസ്സുകളുള്ളത്. ഏകണ്ഠ ലൈവ് ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ മുഴുവനായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തോളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു സംശയം വേണ്ട, അത് ഗ്യാരണ്ടിയാണ്. ഈ 3 വർഷത്തെ ചോദ്യപേപ്പറുകൾ മാത്രം മതി എക്സാമിന് ഒരു 60+ മാർക്ക് നേടാൻ. A+ ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെ കാണണം. എന്നാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി കഥകൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിയിലൊരു കമൻറ്റ് പാസ്സാക്കാനും മറക്കരുത്. ബൈ, സീ യു.